ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ വയ്യ. നിങ്ങളത് നോക്കുക, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ, നമുക്കൊന്നുകൂടെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഇന്നലെ ഓഡ്സ് വരെയാണ് പറഞ്ഞെടുത്തല്ലേ. ഓടുകൾ എന്താണ്, അല്ലെങ്കിൽ ഓഡ് ഓഫ് എൻ ഈവൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞെടുത്തത്. അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി തന്നിട്ട് അതിൽ നിന്ന് ഓട് കണ്ടുപിടിക്കാൻ പറ്റും, ഓഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നുമില്ല, ജസ്റ്റ് ഡാറ്റ ഉള്ളെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് ഓട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് ചോദിച്ചാൽ, രണ്ട് ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. 2 ഇവന്റ്സ് ഇ ആൻഡ് എഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇ എന്ന് പറയുന്ന ഒരു ഇവന്റ്, എഫ് എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനെ ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കണമെങ്കിൽ they are called independent if the occurrence of one of them has no effect on the occurrence of the other. അതായത് ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഒരു ഇവന്റ് നടക്കുന്നത് മറ്റൊരു ഇവന്റിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ഓക്കെ, ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, പക്ഷേ ആ ഇവന്റ് നടക്കുന്നത് കൊണ്ട് മറ്റൊരു ഇവന്റിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അതാണ് എൻ്റെ ഡെഫിനിഷന്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഡൈസ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഡൈ റോൾ ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ 2 വട്ടം ഡൈസ് ഇടുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എറിഞ്ഞപ്പോൾ 1 കിട്ടി. ഓക്കെ, ആദ്യം ഞാൻ ഡൈസ് എറിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1 കിട്ടിയത്. അപ്പോൾ ആദ്യം എനിക്ക് 1 കിട്ടി എന്നതുകൊണ്ട് ഞാൻ രണ്ടാമത് എറിയുമ്പോൾ 1 കിട്ടിക്കൂടെന്നോ, അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ എറിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇപ്പോൾ 1, 2, 3, 4, 5, 6 ആയിക്കോട്ടെ, അത് ഞാൻ ആദ്യം എറിഞ്ഞതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ ഇട്ടു, ഞാൻ ആദ്യം ഡൈസ് ഇട്ടു, എനിക്കിപ്പോൾ 5 കിട്ടി. ഞാൻ രണ്ടാമത് ഡൈസ് ഇടുന്നു, അപ്പോൾ ഏത് വാല്യൂ കിട്ടും എന്നുള്ളത് ഞാൻ ആദ്യം ഇട്ടതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. അപ്പം ഞാൻ ആദ്യം ഡൈസ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഞാൻ ഡൈസ് ഇടുന്നതിന് യാതൊരു രീതിയിലും അത് ബാധിക്കുന്നില്ല. ഇപ്പം ഞാൻ എത്ര വട്ടം ഡൈസ് എറിയുന്നു, ഓരോ വട്ടവും എനിക്ക് ഓരോ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇതിന് മുമ്പ് കിട്ടിയ റിസൾട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇതിന് കാണില്ല, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇവന്റ്സിനാണ് ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഒരു ഇവന്റ് ഒക്കർ ചെയ്തു, അടുത്തൊരു ഇവന്റ് ഒക്കർ ചെയ്യുന്നു, ഈ 2 ഇവന്റുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഒരു ഇവന്റ് ഒക്കർ ചെയ്തെന്ന് പറഞ്ഞിട്ട് അടുത്ത ഇവന്റ് നടക്കണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഡൈസ് എറിയുന്നത്, കോയിൻ ടോസ് ചെയ്യുന്നതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അല്ലാതെ ഇപ്പൊ ഡിപ്പെൻഡന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പോ മഴ പെയ്യുകയാണെങ്കിൽ റോഡിലെല്ലാം വെള്ളക്കെട്ടായിരിക്കും, മഴ പെയ്തില്ലെങ്കിൽ വെള്ളക്കെട്ട് അങ്ങനെ കാണില്ല. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ, ജസ്റ്റ് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഡൈസ് എറിയുന്നു, എനിക്കിപ്പോൾ ആദ്യം 5 വീണു. ആദ്യം 5 വീണത് കൊണ്ട് രണ്ടാമത് ഏത് റിസൾട്ട് വേണമെങ്കിലും വരാം. അത് 5 വീണത് കൊണ്ടല്ല, രണ്ടാമത് ഞാൻ ഡൈസ് എറിയുമ്പോഴും അങ്ങനെ വരുള്ളൂ. ഏത് റിസൾട്ട് വേണമെങ്കിലും വരാം, അത് ഈ ആദ്യം എറിഞ്ഞതിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഇവന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അപ്പോൾ if 2 events E and F are independent, then the probability of both events occurring is the product of each individual probability. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് E എന്ന് പറയുന്നൊരു ഇവന്റ് ഒക്കർ ചെയ്യാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ E എന്ന് പറയുന്നൊരു ഇവന്റ് ഒക്കർ ചെയ്യാനായിട്ട് A എന്ന് പറയുന്ന പ്രോബബിലിറ്റിയാണ്, F എന്ന് പറയുന്നൊരു ഇവന്റ് ഒക്കർ ചെയ്യാനായിട്ട് B എന്ന് പറയുന്നൊരു പ്രോബബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയും എഫും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ 2 ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എ ആണെന്ന് പറഞ്ഞു, എഫിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ബി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇ ആൻഡ് എഫ് ഒരുമിച്ച് ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ ഇ ആൻഡ് എഫ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ആയിരിക്കും. ദാറ്റ് ഈസ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടുകയാണ്. എന്താണ്? P of E and F is equal to P of E into P of F. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനെയാണ് നമ്മൾ E and F കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് ഇവന്റിനെ നമ്മൾ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക? ആൻഡ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കേട്ടെ, ആൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കണം, അത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഓക്കെ, ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ
എന്തായിരിക്കും? ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്താണ്? ഞാനിപ്പോൾ ഒരു വട്ടം ഡൈസ് റോൾ ചെയ്തു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം ഡൈസ് റോൾ ചെയ്യുന്നത് ആദ്യം റോൾ ചെയ്തിട്ട് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ല. അപ്പം അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന ഈവൻസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്താ വരികയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ ഈ പറയുന്ന സംഭവം ഇൻഡിപെൻഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണെന്നോ ഇൻക്ലൂസീവ് ആണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. ഇത് ഏത് ടൈപ്പാണ്, ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ടേ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ മാനുഫാക്ചറിങ് പ്ലാന്റ് ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ ഇൻ എ മാനുഫാക്ചറിങ് പ്ലാന്റ് ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ബോർഡ്സ് കറന്റ്ലി അണ്ടർ കൺസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ എ കൺവെയർ ബെൽറ്റ് ദാറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്. അവർ കുറേ ബോർഡുകളാണ് ചെയ്യുന്നത്. ഓക്കെ, ബോർഡുകളാണ് അവർ ചെയ്യുന്നത്. അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? ഒരു കൺവെയർ ബെൽറ്റിനകത്ത് വെച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് അസംബ്ലി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേഷനിലും അത് കുറച്ച് നേരം നിൽക്കുന്നു. ഇൻ ദി ടൈനൽ പ്രോസസ്സിംഗ് എന്നല്ല, ഫൈനൽ പ്രോസസ്സിംഗ് ലൈൻ എന്നാണ് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇൻ ദി ഫൈനൽ പ്രോസസ്സിംഗ് ലൈൻ ദർ ആർ 2 സ്റ്റേഷൻസ്. വൺ സ്റ്റേഷൻ ഈസ് ബിസി. എസ് അല്ല, അത് 5 ആണ് കേട്ടോ, 50% ഓഫ് ടൈം. ഓക്കെ, one station is busy 50% of time. The next station is busy 60% of time. അപ്പോൾ എന്താണ്, 2 സ്റ്റേഷനിൽ നിൽക്കുന്നു. ഒരു സ്റ്റേഷൻ 50% ടൈമിലും ബിസിയാണ്, അടുത്ത സ്റ്റേഷൻ 60% ടൈമിലും ബിസിയാണ്. ബോത്ത് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയുന്നുണ്ട് 2 സ്റ്റേഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. ബോത്ത് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. Find the probability that a board will find both stations busy as it moves through this final line. അപ്പോൾ 2 സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, 2 സ്റ്റേഷൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ബോർഡ് വരികയാണ്. വരുന്ന സമയത്ത് ഈ ഫൈനൽ ലൈനിൽ നിൽക്കുന്ന സമയത്ത് 2 സ്റ്റേഷനും ബിസി ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇത്രയും വായിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി എന്താണ്, 2 ഇൻഡിപെൻഡൻ്റ് ആണ്. 2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താ ഇൻഡിപെൻഡൻ്റ് ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇ ആൻഡ് എഫ് ആണ് ചെയ്യുക അല്ലേ? പി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഗിവൻ ദീസ് ബോത്ത് സ്റ്റേഷൻസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് ദ സ്റ്റെപ്സ് ഡൗൺ. ഓക്കെ, ഐ എം സ്പീക്കിംഗ് ഓർ ഐ എം ടെല്ലിംഗ് ദ സ്റ്റെപ്സ്, യു ഹാവ് ടു റൈറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എഴുതി ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളിത് എഴുതി ഫലിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഇതിനകത്ത് മൗസ് വെച്ച് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളൊരു സ്വന്തം ഐഡിയയിൽ ആവശ്യം പോലെ സെൻറ്റൻസിൽ എഴുതിക്കോണം. മാത്സ് ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലാംഗ്വേജിനും മാർക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രത്തോളം സ്റ്റെപ്പ് ഡിഫൈൻ ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ ഈ നോക്കുന്ന ആൾ നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് 100% അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അയാൾക്ക് മാർക്ക് ഇല്ലാതെ പോകാൻ പറ്റില്ല, ഓരോ സ്റ്റെപ്പിലും മാർക്ക് വീഴും. അപ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം എന്താ, ഇ എന്ന് പറയുന്ന ഈവൻ്റ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ എടുക്കാം. അപ്പോൾ സ്റ്റേഷൻ 1 എന്ന് പറയുന്നത് എത്ര ശതമാനം ബിസിയാണെന്നാണ്? 50% ബിസിയാണ്. 50% ഓഫ് ദി ടൈം ബിസിയാണ്. സ്റ്റേഷൻ 1 50% ഓഫ് ദി ടൈം ബിസിയാണ്. അതായത് പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. അതായത് എന്താ, ഒരു നമ്മുടെ ഒരു ബോർഡ് വരുമ്പോൾ 50% ചാൻസും എന്താണ്, ഇത് ഫസ്റ്റ് സ്റ്റേഷൻ ബിസി ആവാനാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്റ്റേഷൻ 1 എത്രയാണ്? 50%. ഓക്കെ, that is equal to 50/100. That is equal to 1/2. Okay, 50/100 1/2. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്കതിനെ ഡെസിമൽ ആക്കി 0.5 എന്ന് എഴുതാം. ഇത് ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി കേട്ടോ, ഇത്ര എഴുത്താക്കണ്ട. ദെൻ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് ബിസി 60% ഓഫ് ടൈം. അടുത്ത സ്റ്റേഷൻ എന്തായിരിക്കും? 60% ബിസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ആ 60% ചാൻസ് ആണ് എന്തെന്ന് പറയുന്നത് അത് ബിസി ആവാനുള്ള ചാൻസ്. സോ ദാറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഗിവൺ. ഓക്കെ, സോ പി ഓഫ് സ്റ്റേഷൻ 2 that is equal to 60%. അപ്പോൾ എന്താ വരിക 60/100 and that is equal to 0.6. ഓക്കെ, അപ്പോൾ സിൻസ് ബോത്ത് ദീസ് ഇവന്റ്സ് ആർ ഇൻഡിപെൻഡന്റ്, രണ്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ബോത്ത് സ്റ്റേഷനും ബിസി ആവാനുള്ള ചാൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പി ഓഫ് സ്റ്റേഷൻ 1 and 2 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, എന്തറിയാം, പി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പി ഓഫ് ഇ ആൻഡ് എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണെന്ന് നമുക്കറിയാം. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. ആൻഡ് പി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.6 ആണ്. നിങ്ങൾ ഈ ഇക്വേഷനൊക്കെ എടുത്ത് എഴുതണം. എന്താ ഇൻഡിപെൻഡന്റ് ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പി ഓഫ് ഇ ആൻഡ് എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. എന്നിട്ട് എന്താ ചെയ്ത ദാറ്റ് therefore പി ഓഫ് 1 and 2 is equal to പി ഓഫ് സ്റ്റേഷൻ 1 ഇൻറ്റു പി ഓഫ് സ്റ്റേഷൻ 2 that is equal to 0.5 into 0.6 എന്ന് വരും. So that is 5 6 are 30 and 2 decimal places it becomes 0.30. that is 0.3 ആണ് രണ്ട് സ്റ്റേഷനും ബിസി ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. that is 30%. ഓക്കെ, 30% ആണ് ഇതിനകത്ത് വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ബാക്കി ഓക്കെ ആണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് ഇ ആൻഡ് എഫ് ആണ്. ദാറ്റ് ഇസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എന്താണ് നമ്മളെ അതിൻ്റെ ബോത്ത് രണ്ടും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടും ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ഇവന്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കില്ല. അപ്പോൾ രണ്ട് ഇവന്റ്സ് ഒരുമിച്ച് സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അറ്റ് എ ടൈം രണ്ട് ഇവന്റ് സംഭവിക്കില്ല. അതായത് ഇപ്പം നമ്മൾ ഡൈസിന്റെ എക്സാമ്പിൾ ആണല്ലോ മറ്റേ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു വട്ടം ഡൈസ് എറിയാണ്, ഒരു സമയം എനിക്ക് ഒരു നമ്പറിലേ കിട്ടുള്ളൂ, ഒരേ സമയം എനിക്ക് രണ്ട് നമ്പർ കിട്ടും. അതായത് ഞാൻ ഒരു വട്ടം ഡൈസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് 5ഉം 6ഉം കിട്ടും, അല്ലെങ്കിൽ 3ഉം 4ഉം കിട്ടും? ഇല്ല. ഒന്നെങ്കിൽ എനിക്ക് 3 കിട്ടാം, അല്ലെങ്കിൽ 4 കിട്ടാം. ഓക്കെ, 3 അല്ലെങ്കിൽ 4, 3ഉം 4ഉം കിട്ടില്ല. ഓക്കെ, ലോജിക്ക് മനസ്സിലായോ? അപ്പോൾ എന്താണ് എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരിക്കലും കോ എക്സിസ്റ്റ് ചെയ്യില്ല. ആൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 3 and 4 ഇല്ല, either 3 or 4. ഓക്കെ, 3 or 4 ആയിരിക്കും. സോ 2 events E and F are said to be mutually exclusive if they cannot occur simultaneously. 2 events E and F are said to be mutually exclusive if they cannot occur simultaneously. ഓക്കെ, അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് ഇവന്റ്സ് ഒക്കർ ചെയ്യത്തില്ല എങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റും? എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് പി ഓഫ് ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എന്താണ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് വെൻ പി ഓഫ് ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് വെച്ച് അതിനെ ഡിനോട്ട് ചെയ്യുക? പി ഓഫ് ഇ ഓർ എഫ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ എന്താണ്? പി ഓഫ് ഇ ഓർ എഫ് ആണ്. ഇ അല്ലെങ്കിൽ എഫ് ആണ് സംഭവിക്കുക. ഇയും എഫ് ഒരുമിച്ച് സംഭവിക്കില്ല. പി ഓഫ് ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു 0 ഇൻ എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. therefore എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് ഇ ഓർ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആയിരിക്കും. ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്താ പറയുക? എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇ ഓർ എഫ് ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇ ഓർ എഫ് ആണ്. സോ ദീസ് ഇവന്റ്സ് ആർ എക്സ്ക്ലൂസീവ്, ഇ ഓർ എഫ്,
and P of E or F is equal to P of E or F is equal to individual probability യുടെ സം ആയിരിക്കും. P of E plus P of F ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ. If a fair die is rolled once, what is the probability of getting a 5 or 6? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഏത് ടൈപ്പ് ആണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഫെയർ ഡൈ ആണ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 or 6 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ, സിൻസ് എ ഫെയർ ഡൈ ഇസ് റോൾഡ് ഓൺലി വൺസ്, ഒരു വട്ടമാണ് ഡൈ റോൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 5 or 6 സൈമൾട്ടേനിയസ് ആയിട്ട് ഒരിക്കലും ഉണ്ടാവില്ല, ഒക്കർ ചെയ്യില്ല. ഓക്കെ, ഗെറ്റിംഗ് എ 5 or 6 on rolling a fair die once cannot occur simultaneously. എന്തുകൊണ്ടാ? while rolling a die once only one outcome occurs. എന്താ, ഒരു വട്ടം ഞാൻ ഡൈസ് ഉരുട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുള്ളൂ, എനിക്ക് ഒരു ഔട്ട്കമേ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും, ദീസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും, ദീസ് ഇവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ആൻസറിൽ വേണം. നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്ക്ലൂസീവ് ആണെന്ന് കണ്ടുപിടിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റിയത്, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ആൻസറിൽ വേണം, എന്നാലേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇത് എക്സ്ക്ലൂസീവ് ആണെന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വട്ടേ നമ്മൾ ഫെയർ ഡൈ റോൾ ചെയ്തോളൂ, അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട്കമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് 5 or 6 ഒരുമിച്ച് ഉണ്ടാവില്ല. therefore these events are mutually exclusive. and we know mutually exclusive ആണെങ്കിൽ എന്താണ്, P of E or F is equal to P of an event E or F is equal to P of E plus P of F. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ സം ആയിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് അല്ല, സം ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്തത് P of E കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്ത്, ഡൈസ് ഒരു വട്ടം റോൾ ചെയ്യാണ് ചെയ്തത്. അപ്പം നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ, സാമ്പിൾ സ്പേസ് ഓൺ റോളിങ് എ ഫെയർ ഡൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് മാക്സിമം പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, നമ്മുടെ സെറ്റിൽ 1 2 3 4 5 6 ഇതായിരിക്കും നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 എന്തായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര 5 ഉണ്ട്, ഒന്നല്ലേ ഉള്ളൂ, ടോട്ടൽ നമ്പർ എത്രയാണ്, 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, ഇവിടെ 1/6 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത എന്താ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 എത്രയായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 എത്ര തന്നെ ആയിരിക്കും, ഇവിടെ ഒരു 6 ഉള്ളൂ, ബാക്കി ടോട്ടൽ 6 ആണ്. സോ 1/6 എന്ന് വരും. അപ്പോൾ നമ്മൾ P of E കണ്ടുപിടിച്ചു, P of F കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, P of E or F 5 or 6 is equal to എന്താ, P of E plus P of F എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 plus 1/6, that is equal to 2/6, that is equal to 1/3. ഓക്കെ, ഇനി ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എനിക്ക് ഡെസിമലാക്കാം. ഡെസിമലാക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ, യുവർ ഇഷ്ടം. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റ്സിനെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി, എക്സ്ക്ലൂസീവ് ആയി. ഇനി അടുത്തതാണ് നമ്മുടെ ഇൻക്ലൂസീവ് ഇവൻറ്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഇൻക്ലൂസീവ് ഇവൻറ്റ്സ്. ശരി, അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതാണ് ഇൻക്ലൂസീവ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻക്ലൂസീവ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, E and F എന്ന് പറഞ്ഞ ഈവൻ്റ് ആണ്. E സംഭവിക്കാം, F സംഭവിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിക്കാം.
ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എക്സ്ക്ലൂസീവ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇ ഓർ എഫ് എന്നാണ് പറഞ്ഞത്. അവിടെ ഇ ആൻഡ് എഫ് 0 ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇ ആൻഡ് എഫ് 0 അല്ല, ഇ ആൻഡ് എഫും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഇ സംഭവിക്കാം, എഫ് സംഭവിക്കാം, ഇ എന്ന് വെച്ചാൽ ഇ അല്ലെങ്കിൽ എഫ് സംഭവിക്കാം, അതും അല്ലെങ്കിൽ ഇ ആൻഡ് എഫ് ഒരുമിച്ച് സംഭവിക്കാം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇ സംഭവിക്കാം, എഫ് സംഭവിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ സംഭവിക്കാം. ഇ സംഭവിക്കാം, എഫ് സംഭവിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ സംഭവിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ പി ഓഫ് ഇ ഓർ എഫ് ഓർ ബോത്ത്. ഇ അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ രണ്ടും, പി ഓഫ് ഇ ഓർ എഫ് ഓർ ബോത്ത് ഇസ് ഇക്വൽ ടു, ആൻഡ് ഇക്വേഷൻ എന്താ? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ആൻഡ് എഫ്. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ എക്സ്ക്ലൂസീവിനകത്ത് പി ഓഫ് ഇ ആൻഡ് എഫ് 0 ആയിരുന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ പി ഓഫ് ഇ ആൻഡ് എഫ് ഒക്കാനുള്ള ചാൻസ് ഉണ്ട്. 0 പ്രോബബിലിറ്റി അല്ല, ചാൻസ് ഉണ്ട്. അപ്പൊ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ പി ഓഫ് ഇ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ നോക്കുക, ഇക്വേഷൻ അതേ കണക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തേക്കുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഓക്കെ, സോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. അപ്പോൾ ഇതാ നോക്കി, ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് എ ഫെയർ ഡൈ ഇസ് റോൾഡ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 3? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ഫെയർ ഡൈ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെയർ ഡൈ ആണ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തറിയാം? സാമ്പിൾ സ്പേസ് അറിയാം. അപ്പോൾ ഞാൻ SS എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫെയർ ഡൈ ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 4 5 6 ഇതായിരിക്കും അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 3? അപ്പോൾ ഇവിടെ ആദ്യം എന്താ നമുക്ക് എഴുതുക? നമുക്ക് ആദ്യം വേണ്ടത് ഈവൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ. ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെയാണ് ഈവൻ നമ്പർ? അപ്പോൾ ഈ സെറ്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈവൻ നമ്പർ ഏതൊക്കെയാണ്? ഈവൻ നമ്പർ ഇതിനകത്ത് വരുന്നത് 2 4 6 ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എത്രയായിരിക്കും? ഇത് 3 ഫേവറബിൾ ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് എഴുതാം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 6, ഫേവറബിൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇസ് ഈക്വൽ ടു 3, therefore പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ ഇസ് ഈക്വൽ ടു 3/6. അങ്ങനെ അത്രയും ഇക്വേഷൻ എല്ലാം വെച്ചിട്ട് എഴുതാം. ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ എഴുതുന്നത് ഇത്ര എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പി ഓഫ് ഈവൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 3/6 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി അടുത്തത് എന്താ? ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 3. 3യേക്കാളും വലിയ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓർ. അപ്പോൾ 3യേക്കാളും വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇതിൽ വരിക? 4 5 6. ഓക്കെ, നമ്പർ ഗ്രേറ്റർ ദാൻ 3 ഏതൊക്കെയാണ് വരുന്നത്? 4 5 6. അപ്പോൾ ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് എത്ര തന്നെ വരും? 3/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് നോക്കി ഇവിടെ ഒരു ചെറിയൊരു സംഭവം വരുന്നില്ല. അതായത് ഈവൻ നമ്പർ ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 3. ഇവിടെ 3നേക്കാളും വലിയ നമ്പറും അതേപോലെ ഈവൻ നമ്പറും ആയ നമ്പറുകളും ഇല്ലേ? മനസ്സിലായോ? അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3നേക്കാളും വലിയ നമ്പറുകളാണ് 4 5 6. ഇതിൽ 4ഉം 6ഉം എന്താണ്? ഈവൻ നമ്പറുമാണ്. ഓക്കെ, എ ഓർ ബി എന്ന് പറഞ്ഞിട്ട് എ ആൻഡ് ബിയും ആവുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആ കണ്ടീഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞു? ഈവൻ നമ്പർ ആവാം. ഓക്കെ, ഈവൻ നമ്പർ നമ്മൾ എടുത്തു. 3നേക്കാളും വലിയ നമ്പർ ആവാം. 3നേക്കാളും വലിയ നമ്പർ എടുത്തു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈവൻ നമ്പറും ആണ്, അതേസമയം 3നേക്കാളും വലിയ നമ്പറുമാണ്. ഓക്കെ, 3നേക്കാളും വലുതുമാണ്, ഈവൻ നമ്പറുമാണ്. സോ അതെന്തായി? ബോത്ത് ഈവൻ നമ്പർ ആൻഡ് ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, എങ്ങനെ വന്നു? ഈവൻ ആൻഡ്
even and greater than 3. Even and greater than 3. Mouse work ആവുന്നില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്ര നമ്പറുകളാണ്, ഏതൊക്കെയാണുള്ളത്? 4ഉം 6ഉം ആണുള്ളത്. സോ ദാറ്റ് ഈസ് 2 ആൻഡ് 4ഉം 6ഉം ആണ് അതിനകത്ത് വരുന്നത്. ആൻഡ് അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എടുക്കണമെങ്കിൽ എന്തായിരിക്കും വരിക? 2/6 ആയിരിക്കും വരിക. 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ രീതിയിൽ ചെയ്താൽ മതി. ഈ ഈവൻ ആൻഡ് ഗ്രേറ്റർ ദാൻ 3 അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇല്ലെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? പി ഓഫ് ഇ കിട്ടി, പി ഓഫ് ഇ എഫ് കിട്ടി, പി ഓഫ് ഇ ആൻഡ് എഫ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളായി അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എക്സ്ക്ലൂസീവ് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യണം. ഇൻക്ലൂസീവ് ആണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. കാരണം എന്താ, ഒരു ഈവന്റ് ഇ എന്ന് പറയുന്ന ഈവന്റ് ഉണ്ടാവാം, എഫ് എന്ന് പറയുന്ന ഈവന്റ് ഉണ്ടാവാം, ഇ ആൻഡ് എഫ് ടുഗദർ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് ഇൻക്ലൂസീവ് ആണ് എന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതണം. എന്നിട്ട് എന്താ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ? പി ഓഫ് ഇ ഓർ എഫ് ഓർ ബോത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ പി ഓഫ് ഇ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? 1/2 അല്ലായിരുന്നു? 1/2 പ്ലസ് 1/2 മൈനസ് 2/3. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 മൈനസ് 2/3, 1 മൈനസ് 2/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 മൈനസ് 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 അല്ലല്ലോ, ഇവിടെ 1/3 അല്ലേ? ഇ ആൻഡ് എഫ് 1 അല്ലേ? സോറി 1/3. ഓക്കെ, 3 മൈനസ് 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂസീവ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത നമുക്ക് പറയാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ എനിക്ക് ഡിസ്കിനകത്ത് സ്പേസ് ഇല്ലെന്ന് കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം. ഞാൻ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻഡിപെൻഡൻറ്റ് ഇവന്റ്, ഇൻക്ലൂസീവ് ഇവന്റ്, എക്സ്ക്ലൂസീവ് ഇവന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ കുറേയൊക്കെ കയ്യിൽ നിന്നിട്ട് എഴുതേണ്ടി വരുന്ന പോർഷനാണ്. ഇക്വേഷൻ പഠിക്കുക, ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കില്ല ഈ ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് പറയാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും കൂടെയാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.